ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. കുറച്ച് ഞാൻ ലേറ്റായിപ്പോയി, കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞിനെയും കൊണ്ട് അവന് ചെറിയൊരു പല്ലുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. കുറച്ച് ചെറുപഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ആക്കിയേക്കാമെന്ന്. ചെറുപഴവും ഏത്തപ്പഴവും എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പം ഉപ്പുമാവും പുട്ടുമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉപ്പുമാവിന് ഞാൻ ക്യാരറ്റ് കുറച്ച് കൂടുതൽ അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാ ഉപ്പുമാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചാച്ചയുടെ അടുത്തേക്കൊന്ന് പോയായിരുന്നു കേട്ടോ. തിരിച്ച് വന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ മാമ്പഴം പറിക്കുന്നുണ്ടായിരുന്നേ. ആ കൂട്ടത്തിൽ നിന്ന് 2 മാമ്പഴം നിവാങ്കുഞ്ഞിനും കൊടുത്തു കേട്ടോ. ആ മാമ്പഴം ഞങ്ങൾ തിരിച്ച് വന്നതേ ചെത്തി കഴിച്ചു. നാടൻ മാമ്പഴം ആയത് കാരണം നല്ല രുചിയായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നേ. ഒന്നൊരു ഹുക്കാണ് കേട്ടോ, വോൾ ഹുക്ക്. പിന്നെ അത് വന്നിട്ട് അതാ ഈ 2 ഒരു സെറ്റ് ഗ്ലൗസാണ്. പാത്രമൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇത് ഫ്ലെക്സിബിൾ ആണോന്ന്. നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. 2ൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ വാഷ് ബേസിൻ്റെ ഏരിയ കുറച്ചുകൂടി വൃത്തിയാക്കി ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ഹോൾഡറാണ് ആ പെൻഗ്വിൻ്റെ. അപ്പോൾ അതിൻ്റെ ഹുക്ക് പോയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഹുക്ക് ഓർഡർ ചെയ്ത് അത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2-3 ഈ ലീഫിൻ്റെ ഡെക്കറേഷനൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ മിററിൻ്റെ ചുറ്റുമായിട്ട് ആ ഫ്ലവറും കൂടി ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ആ ഫ്ലവർ അവിടെ വെച്ചത് ഭംഗിയുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ അതങ്ങോട്ട് വെച്ചു കേട്ടോ. നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് വഴുതനങ്ങ നിൽപ്പുണ്ടായിരുന്നേ, കുറച്ച് പയറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2ഉം കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പയർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. വഴുതനങ്ങ നമുക്കൊരു ഫ്രൈ പോലെ വെക്കാവേ. എനിക്ക് നിവാങ്കുഞ്ഞിനും ഞങ്ങൾക്ക് 3 പേർക്കും ഒത്തിരി ഇഷ്ടമാണ് വഴുതനങ്ങ ഇങ്ങനെ വെറുതെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിവാങ്കുഞ്ഞ് പറഞ്ഞു നിവാങ്കുഞ്ഞിന് ബ്രെഡ് ഇതുപോലെ പൊരിച്ചു കൊടുക്കാം. ഞാൻ പാലും മുട്ടയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് നുള്ളുപ്പും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് ബ്രെഡ് അതിലിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ. നിവാങ്കുഞ്ഞിന് അത് കഴിക്കാനും കൊടുത്തിട്ട് ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയെടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഈ പാമ്പിനെ പേടിച്ചിട്ട് ഞാൻ ഈ ഡോറ് തുറക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. അത് കാരണം അവിടെ കുറച്ചധികം അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് ഞാൻ തേച്ച് കഴുകുന്ന കണ്ടിട്ട് നിവാങ്കുഞ്ഞ് ഇറങ്ങി വന്നതാണേ. ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിലാണ് കേട്ടോ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. വലിയൊരു കവറിനകത്താക്കി പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് മറ്റേ ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പം വേനൽ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴച്ചാറ്റൽ തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡിലേക്ക്. അങ്ങനെ മഴച്ചാറ്റൽ തെറിച്ച് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ മുഴുവൻ നനഞ്ഞു കേട്ടോ. ഇനി നമുക്കതൊന്ന് വെയിലത്തിട്ടൊന്ന് ഉണങ്ങിയെടുക്കണം. നിവാങ്കുഞ്ഞിന് ലഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം ചെയ്യാമെന്നാണ് കേട്ടോ ഓർത്തിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ആ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നത്തെ ലഞ്ചിന് സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. നിവാങ്കുഞ്ഞിന് ഇങ്ങനെ ചോറും കറിയും കൊടുക്കുന്നത് കഴിഞ്ഞും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റൈസാക്കിയിട്ട് സിമ്പിളായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. നമുക്ക് കമൻസ് ആരൊക്കെയാണ് അയച്ചിരിക്കുന്നതെന്ന് നോക്കാം. ആര്യ കമൽ, മിനീസ് വണ്ടർലാൻഡ്, അശ്വതി PR, പ്രകാശ്, സുധീഷ് കുമാർ, സനിൽ കുമാർ, RDN വ്ളോഗ്സ്, ലൈഫ് ഓഫ് അയാൻ ആൻഡ് സഫാരി സഫാൻ. അപ്പോൾ കമൻസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ കമൻസ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ്. കുഞ്ഞൊരു ചാനൽ, ഒരു കുഞ്ഞിക്കാൻ ചാനലാണ്, തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ ഇടയ്ക്ക് മുട്ടിനൊക്കെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ലോങ് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുന്നതായിട്ട് നമുക്കിങ്ങനെ യൂട്യൂബിൽ അനലിറ്റിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് കാണാൻ പറ്റുമേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിവാങ്കുഞ്ഞ് നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ കൊണ്ടുതന്നാണ് കേട്ടോ. അങ്ങനെ വഴുതനങ്ങ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചാച്ചയുടെ അടുത്ത് ഞങ്ങൾ വീണ്ടും പോയി കേട്ടോ. നിവാങ്കുഞ്ഞിന് അങ്ങനെ ഇരിക്കുമ്പോൾ ചാച്ചയുടെ അടുത്ത് പോകണം. അങ്ങനെ പോയപ്പോൾ അവിടെ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ചാച്ചയെ കുറച്ച് തന്നു വിട്ടതാണ്. അങ്ങനെ നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കവറെല്ലാം എടുത്ത് ഞാൻ വെയിലത്തേക്ക് ഇട്ടായിരുന്നു കേട്ടോ. ഈ കോഴിക്കുഞ്ഞ് എൻ്റെ പുറകേന്ന് മാറൂല കേട്ടോ. ഞാൻ പുറകുന്ന വഴിയെല്ലാം ഇതിങ്ങനെ വിരിച്ചിറങ്ങി ഇങ്ങനെ വിരിച്ച് പറന്ന് വരുവേ. അങ്ങനെ പ്ലാസ്റ്റിക് എല്ലാം ഞാൻ വെയിലത്തിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇന്നത്തെ മെയിൻ ജോലി ഇതായിരുന്നു കേട്ടോ. കാരണം മഴ പെയ്ത് നനഞ്ഞ് കുതിർന്നിരിക്കുമായിരുന്നു. അതെല്ലാം ഉണക്കി വെച്ചാലാണ് ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വന്ന് ഇതെടുത്തുകൊണ്ട് പോവുകയുള്ളൂ കേട്ടോ. കിടത്തി ഉറക്കിയിട്ട് ഇതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിവാങ്കുഞ്ഞ് കിടന്നുറങ്ങിയില്ല കേട്ടോ. അവന് അകത്ത് TV കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്കും പൊന്നൂസ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസിനെ നിവാങ്കുഞ്ഞിൻ്റെ അടുത്താക്കിയിട്ട് നിവാങ്കുഞ്ഞിനെ ആക്കിയിട്ട് ഞാൻ ദേ ടെറസിലേക്ക് തുണി ഉണങ്ങിയത് മടക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളം നമുക്കിവിടെ 3 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത്. വെള്ളം വരുന്ന ദിവസം വാഷിംഗ് മെഷീനിൽ അലക്കിയെടുക്കും. ചില ദിവസം കല്ലിലും അലക്കും കേട്ടോ. അപ്പം എല്ലാം തുണിയും ഉണങ്ങി നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പാവയ്ക്ക ഇടയ്ക്കായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടില്ലായേ. നെറ്റിൻ്റെ മുകളിലേക്ക് കയറി മറിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. ആ കിടന്ന പാവയ്ക്കായിൽ ഞാനാണെങ്കിൽ കവറിടാനും വിട്ടുപോയേ. അപ്പം കായ്ച്ച വന്ന് കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നശിച്ച് പോകുന്നതിന് മുമ്പ് അങ്ങ് കവറിടുവാണെങ്കിൽ നമുക്ക് നല്ല പാവയ്ക്ക എടുക്കാമല്ലോ. അങ്ങനെ അതിന് കവറങ്ങിട്ടു. പിന്നെ പൊന്നൂസിനോടാണ് കേട്ടോ ഈ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പുറകെ നിവാങ്കുഞ്ഞ് അങ്ങ് ഓടിപ്പോയി. അവനെ ഞാൻ വഴക്ക് പറഞ്ഞ് കയറ്റുവാണ്. നമുക്ക് കുറച്ച് ഞാവൽപ്പഴം ചാച്ച അടുത്തുനിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് ഞങ്ങളങ്ങ് കഴിച്ചു കേട്ടോ. വൈകുന്നേരത്തെ 4 മണിക്ക് കുറച്ച് ചക്കപ്പഴം പുഷ്പചേച്ചി തന്ന ചക്കപ്പഴം ഇരിപ്പുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിൽ ചുളയെല്ലാം കുരുവെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് കുമ്പിളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഞാനൊരു ഊഹത്തിനങ്ങ് ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ശർക്കരയും തേങ്ങയും കുറച്ച് ജീരകവും ഏലക്കയൊക്കെ പൊടിച്ചിട്ടിട്ട് അങ്ങ് ഉണ്ടാക്കുവാണേ. പണ്ട് നമ്മുടെ വീട്ടിൽ പ്ലാവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കുമ്പിളപ്പം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാനാണെങ്കിൽ ഒരു ചെമ്പിനകത്തെ കുമ്പിളപ്പം മുഴുവൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ B.Edനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണോന്ന് ഓർമ്മയില്ല. അമ്മ ഇതുപോലെ കുമ്പിളപ്പം ഒരു ഇഡ്ഡലിച്ചെമ്പ് നിറച്ചുണ്ടാക്കി വെച്ചു. വേറെ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനത് മുഴുവൻ കയറി ഇറങ്ങി ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അന്നത്തെ കുമ്പിളപ്പത്തിന്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ കുമ്പിളപ്പം. അപ്പോൾ നമ്മുടെ ചൂട് കുമ്പിളപ്പം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചൂട് ചായയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി ആ കുമ്പിളപ്പവും കഴിച്ച് ചായയും കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത വ്ളോഗിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.